thank you for all the hospitality that you've shown to you. God bless you. നിങ്ങളുടെ നടുവിൽ ധാരാളമായി ദൈവവചനം സൂക്ഷിപ്പാൻ കർത്താവിന്റെ ദാസൻ എനിക്ക് വാതിലുകളെ തുറന്നു തന്നു. അതിന് നന്ദി പറയും. I thank the pastor for allowing me to come and minister in this church. എൻ്റെ പേര് തമ്പി എന്നാണ്. അത് ദൈവദാസൻ പറഞ്ഞല്ലോ. Pastor already mentioned my name is Thambi. എൻ്റെ വൈഫിന്റെ പേര് ലാലി എന്നാണ്. My beloved wife's name is Lali. എൻ്റെ മൂത്ത മകൻ ആശിഷ് മാത്യു. My eldest son's name is Ashish Matthew. രണ്ടാമത്തെ മകൻ അഭിഷേക് മാത്യു. The second son is Abhishek Matthew. എന്നോട് ചേർന്ന് 25 കർത്തൃദാസന്മാർ നേര്യമംഗലം മേഖലകളിൽ പ്രവർത്തിക്കുന്നു. I have 25 ministers working along with me in the Nelamangalam district. എൻ്റെ സെന്ററിലുള്ള എല്ലാ കർത്തൃദാസന്മാരും നിങ്ങളെ ഓർത്ത് കഴിഞ്ഞ ദിവസം മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടുണ്ട്. All my pastors in my center has been praying for each one of us since few days. അതിന് മാത്രം ഹൃദയമായ ഒരു വെൽക്കം ഈ സഭയിൽ എനിക്ക് ദൈവം ഒരുക്കി തന്നതിനായി സ്തോത്രം. I thank the Lord for giving me a heartfelt welcome in this church. ഇന്ന് ഈ ആരാധനയിൽ എനിക്ക് വളരെ സന്തോഷിക്കാനും എൻ്റെ ഹൃദയം ഏറെ ദൈവസന്നിധിയിൽ പകരാനും എനിക്ക് ഭാഗ്യം കിട്ടി. Today, this morning, during the worship, God allowed me to surrender myself to the Lord and to enjoy the worship. അത് ഞാൻ ദൈവത്തോട് നന്ദി പറയും. I thank the Lord for this opportunity. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. Let us turn our attention to one of the verses. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം. The book that Luke has written, chapter 11, അതിന്റെ 5 മുതൽ verse 5 onwards, 13 വരെയുള്ള വേദഭാഗം. until 13, 5 to 13. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. Verse 13, if you then, though you are evil, know how to give gifts to your children, how much more will your Father in heaven give the Holy Spirit to those who ask him? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ അരുമശിഷ്യന്മാർ വന്ന് ആവശ്യപ്പെട്ടത് 2 കാര്യമാണ്. When the disciples came to Jesus Christ and asked 2 things. ഒന്ന്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. First one, Lord, teach us how to pray. 2, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. How do I increase my faith? ഈ 2 കാര്യം ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ധൈര്യമായി നിൽക്കാമെന്ന് ശിഷ്യന്മാർ പഠിച്ചു. Disciples learned such a thing. If I know these 2 things, that means we can boldly stay in this life. ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ശക്തിയും ലോകത്തില്ലെന്നാണ്. One of the ministers said there is no one else who can stand against those people who sit for prayer. വിശ്വസിക്കുന്നവന്റെ മുമ്പിൽ ഏത് തടസ്സവും വഴിമാറുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. This person also said that if you believe, those people who believe, all the roads that is hindered or closed will all be open. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, ദർശിക്കുക, അത് സംഭവിക്കും. So he said, pray, believe and foresee, then you will definitely receive it. ഇവിടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. Here we understand that Jesus is teaching his disciples how to pray. അതാണ് 11-ന്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ. That is what we read, chapter 11, 1 verse 1 through 1 to 4. 5 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളിൽ അവർ പ്രാർത്ഥിക്കുന്നതാണ്. From verse 5 to 13, we see that they are praying. പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു ഒരുക്കം വേണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. Here Jesus is teaching before prayer there is a preparation that needs to happen. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. Everyone likes to pray. മറുപടി പ്രാപിപ്പാൻ എല്ലാവർക്കും സന്തോഷമാണ്. Everyone would like to receive. പക്ഷെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു ഒരുക്കമുണ്ട്. But there is some preparation that needs to happen before prayer. കർത്താവ് പറഞ്ഞു, ഒരുങ്ങാതെ നീ പ്രാർത്ഥിക്കരുത്. Jesus says without preparing, do not. ആ ഒരുക്കത്തെ കുറിച്ചാണ് കർത്താവ് 11-ന്റെ 1 മുതൽ പറഞ്ഞിരിക്കുന്നത്. The preparation is what Jesus is telling from chapter 1 verse 1 onwards. എന്താണ് ഒരുക്കം? What is the preparation? 1, First one, നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം
ശരിയാണോ എന്ന് നീ ആദ്യം പരിശോധിക്കണം. First thing that you have to examine is how is my relationship with the Lord? സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവേ. That's why he says our Father in heaven. പ്രാർത്ഥിക്കുന്നവൻ പിതൃപുത്ര ബന്ധത്തിൽ നിൽക്കുന്നവനായിരിക്കണം. The one who prays has a relationship with the Father and Son. രണ്ടാമത് കർത്താവ് പഠിപ്പിച്ചത്, The second thing that he teaches, എന്നെ വിശുദ്ധീകരിക്കണമേ. Lord, revive me. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. Without holiness, nobody can see the Lord. അശുദ്ധിയിൽ ജീവിക്കുന്ന ഒരുവന് അദർശനായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാർത്ഥന കൊണ്ട് പ്രാപിപ്പാൻ കഴിയത്തില്ല. The one who lives in a sinful nature will never be able to receive anything with your prayers. അപ്പോൾ നീ വിശുദ്ധനായിരിക്കണം. So you have to be holy. മൂന്നാമത് പറയുന്നത്, The third one that he നീ teaches, സാത്താനെ ജയിച്ചവനായിരിക്കണം. you need to be one who has victory upon Satan. സാത്താനാൽ പരാജയപ്പെട്ടവന് പ്രാർത്ഥനയിൽ മുന്നേറാൻ കഴിയില്ല. Those who have lost against Satan will never be able to be victorious in your prayer life. ഞാൻ ആദ്യത്തെ ദിവസം ഒരു വാക്യം വായിച്ചു. The first session that I did ministry here, I have read one word. ക്രിസ്തുവിനെ നിങ്ങൾ അറിയണം. You need to know about Christ. ഒന്ന്, അവന്റെ ക്രൂശിനെ അറിയണം. First you need to know about his cross. രണ്ട്, അവന്റെ ശക്തി അറിയണം. Second you need to know about his strength. മൂന്ന്, അവന്റെ മനസ്സറിയണം. Third you need to know about his mind. നാല്, പിശാചിന്റെ തന്ത്രങ്ങളെ അറിയണം. Fourth you need to know all the schemes of Satan. പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാതെ അവനുമായി മുട്ടരുത്. Without knowing his schemes, you do not go against him. ഇപ്പൊ അമേരിക്ക കൊറിയുമായി മുട്ടാത്തതിന്റെ കാരണം, Why is America is not going against North Korea? അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. That's because they are understanding those plans that they have. അവൻ എന്തോ ഉണ്ടെന്ന് പറയുന്നു. He's saying he's got something. അതിനെക്കുറിച്ച് ഒരു ശരിയായ ഒരു അറിവ് അമേരിക്ക കിട്ടിയിട്ടില്ല. But America do not have the proper understanding of that. ഇതുപോലെ ദുഷ്ട പിശാച് എന്തോ ഉണ്ടെന്ന് നമ്മോട് അവകാശപ്പെടുന്നു. This is why Satan and devil is telling that he's got something in him. പക്ഷെ അവന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയണം. But we need to know the schemes of Satan. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നീ പിശാചിനെ ജയിച്ചവനായിരിക്കണം. That is why it is written that you have to win over Satan. പിശാചിനാൽ പരാജിതനായവൻ പ്രാർത്ഥനയാൽ വിജയം വരിപ്പാൻ കഴിയില്ല. Those who lose against Satan will never be able to be victorious in your prayer life. ഒടുവിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, In the end ഞങ്ങളുടെ it says, കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ help us to forgive those people who have had debt against us. എന്ന് പറഞ്ഞാൽ ദൈവ സ്വഭാവം നിന്നിൽ ഉണ്ടാകാതെ നീ പ്രാർത്ഥിക്കരുത്. You need to know that without having the characteristics of Jesus Christ, do not pray. എന്താണ് ദൈവ സ്വഭാവം? What are the characteristics of Jesus Christ? ക്ഷമിക്കുന്ന സ്വഭാവം. You have forgiveness. മുഖത്ത് നോക്കി അവനെ അപമാനിച്ചിട്ടും കരമുയർത്തി ആശീർവദിച്ചവൻ. Even if somebody looked at his face and betrayed, even then he lifted his hands and blessed him. കണ്ണുകളെ അടച്ച് അവന്റെ മുഖത്തടിച്ചിട്ടും അവരോട് ക്ഷമിച്ചവൻ. They hit him after closing his eyes, even then he forgave them. അവന്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പി അവന്റെ മുഖം അഴുക്കുകൊണ്ട് അങ്ങ് വികൃതമായിട്ടും അവരെ അനുഗ്രഹിച്ച ദൈവം. Though they spat on his face and his face was dirty, even then he blessed them. യേശു അനുഭവിച്ച കഷ്ടങ്ങളെല്ലാം ഒടുവിൽ കർത്താവ് പറയുന്നത്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. Even after Jesus going through all his difficulties, he looks up and says, Lord, Father, forgive, for they do not know what they are doing. കഷ്ടതയുടെ അത്യുച്ചകോടി നിൽക്കുന്ന കർത്താവ് പറയുന്നു, ക്ഷമിക്കണമേ. In his extreme end of his difficulty, when he says, Lord, forgive him. ഒരഭിഷിക്തൻ ക്ഷമിക്കുന്നവനായിരിക്കണം. The one who is anointed, it should be a person who will forgive. ഇത്രയും കാര്യം നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം നീ താഴോട്ടുള്ള കാര്യം ആവശ്യപ്പെട്ടാൽ മതിയെന്ന. If you can do these characteristics and have these things in your life, only then you can ask for these things that is written below them. കർത്താവ് പറയുന്നത് പോലെ ഒരു ഒരുക്കം നിന്നിൽ നടന്നാൽ, കർത്താവ് പറയുന്നത് പോലെ ഒരു ക്രമീകരണം നിന്നിൽ നടന്നാൽ, നീ മുഴങ്കാലുകളെ മടക്കി കണ്ണുകളെ ഉയർത്തി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം സ്വർഗം കീറി നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണ്. And if we can prepare ourselves as what Christ has said, if you are a broken hearted and kneel down and pray, my God will open the heavens, come down and answer your prayers. വിശ്വസിക്കുന്നവർ സ്തോത്രം Those ചെയ്യുക. who believe in the hands and say hallelujah. Amen. എന്നിട്ട് കർത്താവ് പറയാണ് എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. And then Jesus is telling how do we need to pray. അതിനൊരു ഉദാഹരണം പറയുകയാണ്. And then he says an example. ഒന്ന് അർദ്ധരാത്രിയിലെ സ്നേഹിതൻ. First one is the midnight friend. എന്താണ് അർദ്ധരാത്രി? What does mean by midnight?
നമ്മളെല്ലാം ഉറങ്ങുന്ന സമയമാണ്. That's the time when we all asleep. അർദ്ധരാത്രിയിൽ ഒരുവനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. And we don't expect anyone to come in midnight. പക്ഷേ അപ്രതീക്ഷിതമായി ഒരുവൻ വന്നിരിക്കുന്നു. But there is unexpected person here. എന്താണ് കർത്താവ് പറഞ്ഞതിന് കാരണം? Why did Jesus tell this to them? ഒരു ഭക്തന്റെ ജീവിതത്തിൽ പ്രശ്നം വരുന്നത് മുന്നറിയിപ്പോടെയല്ല. That says that the anointed person do not have difficulties that come in his life with expectations. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത്, When you are unexpected, നീ വിചാരിക്കാത്ത when സമയത്ത്, you are not thinking about this നീ thing, ഒരിക്കലും ആലോചിക്കാത്ത സമയത്ത് when you have never thought about this thing, നിന്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വരാം. that is when the difficulties will come in your life. Praise the Lord. അരുമ ശിഷ്യന്മാർ പടകിൽ കയറി അക്കരയ്ക്ക് പോയി. When the disciples got into the boat and wanted to cross the river, അതുവരെ ഒരിക്കലും ഗലീല കടൽ അലറി വിളിച്ചിട്ടില്ല. and then we do not read about any storms coming on the Galilee River. അത് ശാന്തമായി കിടക്കുന്ന ഒരു കടലാണ്. Galilee Sea is a sea, the water which is every time calm. പക്ഷേ അർദ്ധരാത്രിയിൽ But at midnight, കടലിന് മാറ്റം വന്നു. there was a change in the flow of the waves. കാറ്റടിക്കുവാൻ തുടങ്ങി. You can see the breeze came on. തിരമാലകൾ ഉയരുവാൻ തുടങ്ങി. The waves came upon. അതാ ആ ഗലീല കടലിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. It never happens in Galilee Sea. പക്ഷേ അതങ്ങനെ സംഭവിച്ചു. But how did that happen? ഒരിക്കലും ശിഷ്യന്മാർ അത് പ്രതീക്ഷിച്ചില്ല. Never did the disciples expect this to കാരണം happen. പല പ്രാവശ്യം അതിൽ പോയി അവർക്ക് നല്ല പരിചയമുണ്ട്. And they are well versed by traveling across the Sea of Galilee. അതിന്റെ ആഴം, നീളം, ഉയരം, വീതി എല്ലാം They അവർക്കറിയാം. know the depth, the height, and the width, everything that happens in the sea. ഇക്കരെ പുറപ്പെട്ടാൽ അക്കരെ ചെല്ലുമെന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. They know if they travel from this side of the sea, they will definitely reach the other shore. പക്ഷെ നടുക്കടലിൽ മുക്കിക്കളയത്തക്കവണ്ണം ദുഷ്ടപിശാച് കടലിനെ ഇളക്കി. But Satan wanted to destroy the disciples. That's the reason that he brought big waves against them in the mid of the sea. അവരുടെ ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് അവിടെ ജയിക്കാൻ അവർ ശ്രമിച്ചു. With the knowledge that they had, they thought they could be victorious. ഒടുവിൽ അത് മനസ്സിലായി, ഈ ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് സാത്താന്റെ ശക്തി ജയിക്കാൻ And they സാധ്യമല്ല. realized with the knowledge that they have in the wisdom, they will not be able to go against and be victorious against the plan of schemes of Satan. ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് പരീക്ഷ ജയിക്കാം. With the knowledge, you might be able to pass your exams. ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് നിനക്ക് ഉന്നതമായ അറിവുകൾ സമ്പാദിക്കാം. With the wisdom, you will be able to go and gain more knowledge. പക്ഷെ നിന്റെ ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് ദുഷ്ട പിശാചിനെ ജയിക്കാൻ But പറ്റും. you can never go and be victorious against Satan with your knowledge. അങ്ങനെ നീ ശ്രമിക്കുന്നെങ്കിൽ നിന്നേക്കാളെല്ലാം അവൻ ജ്ഞാനിയാണ്. Even if you're trying in that sword, you need to know that the Satan is much better knowledgeable than you. ബുദ്ധിയുടെ പ്രമാണം പരാജയപ്പെട്ടിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു. Those places, the knowledge and the wisdom is lost. That's when the God's grace and His plans came into being. നശിച്ചു പോകുമെന്ന് വിചാരിച്ചപ്പോൾ ഇതാ അകലെ നിന്നും ഒരു ആൾ നടന്നു വരുന്നു. When disciples thought that we're going to be destroyed, then we can see somebody walking on the sea. കടലിന്റെ അലർച്ചയിൽ ഭയന്നു നിന്ന ശിഷ്യന്മാർ ദൂരെ ഒരു ഭൂതം വരുന്നത് കണ്ടപ്പോൾ ഉള്ള ജീവനോടൊപ്പം. As the disciples saw and were frightened and waiting upon, they saw somebody walking on the sea, and whatever fear they had, everything went off and they lost a life. നാട്ടിൽ പറഞ്ഞ ഇടിവെട്ടിയുടെ തലയിൽ കാലിൽ പാമ്പ് പിടിച്ചെന്ന് പറഞ്ഞു. As there's a saying in Kerala, if there is a thunder, then you will probably have a snake. അയ്യോ ഭൂതം 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 എന്ന് പറഞ്ഞ് അലറി വിളിക്കാൻ And തുടങ്ങി. they started screaming, hey, there's a ghost, a ghost, ghost. കാരണം യഹൂദന്മാർക്ക് ഭൂതത്തിൽ വിശ്വാസമുണ്ട്. And because Jews still believe that there is a ghost. അവർക്ക് മാത്രമല്ല ബന്ധുക്കാർക്ക് വിശ്വാസം. There is not only Jews, even the Pentecostal people believe there's a ghost. ഓ ഭൂതം വരുന്നെന്ന് പറഞ്ഞു. And they looked and said, there's a ghost coming in front of us. അലറി വിളിച്ചിട്ടൊന്നും ഭൂതം അകന്നു പോയില്ല. Even after screaming, the ghost is not going away. ഭൂതം അടുത്തടുത്ത് വന്നു. The ghost started coming closer. അടുത്ത് വന്നിട്ട് പറയുകയാണ്, And when it came closer, he said, ശിഷ്യന്മാരെ, he's a disciple. ഞാൻ ഭൂതമല്ല, I'm not ghost. ഞാൻ നിങ്ങളുടെ കർത്താവാണ്. I'm your Christ. അപ്പൊ പത്രോസ് പറയാ, And then Peter says, നീ കർത്താവാണെന്ന് എനിക്കൊന്ന് വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ if I really need to believe that you are എനിക്ക് Jesus, നിന്റെ അടുക്കലോട്ടൊന്ന് I വരണം. want to come closer to you. കർത്താവ് പറഞ്ഞു വരാൻ പറഞ്ഞു. And then Jesus says, okay, you come over. പത്രോസ് എടുത്ത് കടലിലോട്ട് ചാടി. And Peter jumped across into പക്ഷെ the sea. കടലിൽ അവൻ താണു പോയില്ല. But then he did not go down. It was എന്താ also. കാരണം എന്നറിയാവോ? Do you know the reason? പത്രോസിന്റെ വിശ്വാസം വെള്ളത്തെ ഐസാക്കി. And whatever faith that he had, the water became standstill ice. അല്പം മുമ്പോട്ട് നടന്നു. And then he walked further. അവിശ്വാസം കയറി. And suddenly unbelief came in. ഐസായ വെള്ളം അലിയാൻ തുടങ്ങി. And whatever those was ice formed, everyone started getting floated off. വിശ്വാസം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമ്പോൾ When you have belief, there's a miracle that's happening. നിന്റെ അവിശ്വാസം നിന്റെ അനുഗ്രഹത്തെ നശിപ്പിച്ചു കളയും. And your unbelief will take away your blessings from you. പക്ഷെ ദൈവത്തിന്റെ കരുണ അവനെ ചാടിപ്പിടിച്ചു. But the grace of God came upon and held his hand. ദൈവം അവരെ കൈവിട്ടില്ല. God did not allow him to
to go and follow. എന്താ കാരണം അറിയാമോ? Do you know the reason? താണുപോകാൻ തുടങ്ങിയപ്പോൾ നോക്കിയത് കർത്താവിന്റെ മുഖത്തെ. As soon as he was about to be fallen, he looked at the hands of the Lord. നീ തകർന്നു പോകുമെന്ന് തോന്നുമ്പോൾ കീഴോട്ട് നോക്കരുത്, മേലിലോട്ട് നോക്കിക്കോളാം. Do not look down, but look up to the Lord. അർദ്ധരാത്രിയിൽ പ്രശ്നം വന്നപ്പോഴും കർത്താവ് അതിന് നടുവിൽ ഇറങ്ങി വന്നു. When there was a difficulty, trouble that came in the midnight, Jesus came in between them. ഇവിടെ ഇത് അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതൻ വന്നിരിക്കുക. Here we read that there's a friend who's coming in midnight. അവൻ അവന്റെ വീട്ടിൽ വന്നു. And when he comes in his house, ഒന്നും കൊടുക്കാനില്ല. he doesn't have anything to give him. അവന് കാര്യം മനസ്സിലായി. He understood one thing. അവൻ നേരെ അവന്റെ സ്നേഹിതന്റെ അടുക്കിലോട്ട് ചെന്നു. He went to his another friend of his. അതും അർദ്ധരാത്രി. He also went in the midnight. നമ്മുടെ വീട്ടിൽ ഒരാൾ അർദ്ധരാത്രിക്ക് വന്നാൽ, if somebody comes to our house in midnight, നമ്മൾ സാധാരണ വാതിൽ തുറക്കത്തില്ല. we will never open our door. പ്രത്യേകിച്ച് അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ അർദ്ധരാത്രിക്ക് വരാൻ പാടില്ല. In America and Australia, we are not supposed to go in midnight to anyone's house. ഇങ്ങനെ വന്നാൽ അവരെ പോലീസ് പിടിക്കും. Even if there is anyone who is coming in midnight, we'll call the police. എത്ര വലിയ സ്നേഹിതനാണെങ്കിലും വരാൻ പാടില്ല. Even if the closest friend, he should never come in midnight. പാസ്റ്റർ ആണെങ്കിലും ഫോൺ ചെയ്തിട്ട് വന്നോളൂ. Even if you're pastor, you need to call me and take an appointment. 24 മണിക്കൂർ മുമ്പ്. Before 24 minutes, hours, you have to call me and take an appointment. നമ്മൾ അനുവാദം കൊടുത്താലേ വരാൻ പറ്റും. Only if we give him permission, pastor can come. പക്ഷേ ഈ മനുഷ്യൻ ഓടിക്കയറി വന്നിരിക്കുക. But he has come here as a friend. വാതിലിലോട്ട് അങ്ങ് തട്ടാൻ He തുടങ്ങി. started to knock the door. അവൻ ഉറക്കെ തട്ടാൻ തുടങ്ങി. He started to knock the door more hard. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. That is why it is written, the friend who was in the midnight in the road, he came to me. അവനെ എനിക്ക് ഉപേക്ഷിക്കാൻ വയ്യ. I couldn't forsake him. അവന്റെ പ്രശ്നം എനിക്ക് പരിഹരിച്ചേ പറ്റൂ. I had to go and solve his problem. അവന്റെ പ്രശ്നം പരിഹരിക്കാൻ എന്റെ പക്കലില്ല. I don't have anything to solve his problem. നിന്റെ അടുക്കൽ വരുന്നവന്റെ പ്രശ്നം പരിഹരിപ്പാൻ നിന്റെ കയ്യിൽ ഇല്ലെന്ന് കരുതി നീ തിരിഞ്ഞു പോകരുത്. അവന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ളവനെ നിനക്ക് പരിചയമുണ്ട്. Even if you do not have the answers to go and solve up his problem, do not send it back. Go to the person who can give you the solution. ഞാൻ പറയുന്നതിന്റെ ആഴം മനസ്സിലായോ? Are you understanding the depth of what my message is? നിന്റെ അടുക്കൽ വരുന്നവരെല്ലാം പ്രശ്നമുള്ളവരാ. Everyone who comes to you has a difficulty. പക്ഷെ നമ്മൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് ഉണ്ട്. But there is an excuse we all tell. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല. I've never been in a Bible college. എനിക്ക് വേദപുസ്തകം അറിയത്തില്ല. I do not know the word of God. അവനോട് സുവിശേഷം പറയാൻ എനിക്ക് I അറിയത്തില്ല. don't know how to say the gospel. അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് I അറിയത്തില്ല. don't know how to lay my hands and pray. അതുകൊണ്ട് നീ ഒഴിഞ്ഞു മാറുകയാണ്. So then you start to get a word from him. പക്ഷെ ആത്മീയൻ ഒഴിഞ്ഞു മാറാൻ But പറ്റത്തില്ല. the anointed man cannot go away. നിനക്കതിന് The കഴിയത്തില്ലെങ്കിൽ spiritual man cannot do. അതിന് കഴിയുന്നവന്റെ അടുക്കലേക്ക് നീ അവനെ എത്തിക്കണം. You have to take him into the place and person who can do it. ഹല്ലേലൂയ. Hallelujah. രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിക്കും രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചുള്ള ആവലും എരിവും ഉണ്ടാകണം. Everyone who is saved should have the trouble in your hearts and burden for those people who have not been saved. വിശ്വാസികള്, For those believers, ഞാൻ ഉദാഹരണം പറയാറുണ്ട്. I'll tell you an example. നമ്മൾ ബസ് കാത്തു നിൽക്കും. Where we'll all wait for bus in the bus. ബസ് വളരെ വേഗത്തിൽ വരും. As the bus is coming to the bus stop, കൈ കാണിക്കും. we show our hands. നിക്കത്തില്ല. That will not stop. അടുത്ത ബസ് വരും. And then we'll wait for the second one. നിക്കത്തില്ല. That will never stop. നമ്മുടെ കുട്ടിക്കുറ പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ വിളിപ്പിച്ച് നിർത്തിയ മുഖം കാർമേഘം പോലെ കറക്കും. Even if we put all our cosmetics and wait there, ആരോടൊന്നില്ലാതെ പിറുപിറുക്കാൻ തുടങ്ങും. and we will start to murmur. അപ്പോഴതാ വേറൊരു ബസ് വരുന്നു. And then we see the third bus coming into കൈ us. കാണിച്ചു. And then we will show a hand. നിർത്തി. And it stops. ഒരു സന്തോഷം. And then we see a small smile. And then we'll go into that. ബസ് വിട്ടു. And the bus is proceeding. അടുത്ത സ്റ്റോപ്പിൽ അടുത്തയാൾ കൈ കാണിച്ചു. As the second, the person stops the next stop. നിർത്തി. And he stops again. അടുത്ത സ്റ്റോപ്പിൽ നിർത്തി. And then he stops കുറച്ച് continuously. കഴിയുമ്പോൾ After some time, നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നും. and then we will suddenly have some difficulty. നമ്മൾ ചോദിക്കും ഇതെന്നാ സൂപ്പർ ഫാസ്റ്റ് അല്ലേ? And then we will ask, is this not the bus that needs to go express? ഇതെന്താ ഈ ഡ്രൈവർ ഇങ്ങനെ ചെയ്യുന്നത്? Why are you stopping in all the bus stops? നമ്മൾ നമ്മോട് തന്നെ ഇങ്ങനെ പിറുപിറുക്കും. We will start to murmur within ourselves. അവസാനം ബസ് സ്റ്റാൻഡിൽ ചെല്ലും. And when it reaches to the bus stop, നമ്മൾ ഇറങ്ങും. and when we get down, എന്നിട്ടൊന്ന് നോക്കും. when we look back, ഇതിലൊന്ന് കയറുണ്ടായിരുന്നു. we should not have ever gone into this bus. എന്റെ അർത്ഥം അറിയാവോ? You know what is the reason? നമ്മൾ കാണിച്ച If we do something, വണ്ടി നിൽക്കണം. our bus will stop. നമ്മൾ കയറിയാൽ Once we get it, പിന്നെ വണ്ടി നിർത്തും. then the bus will never stop. This is Pentecostal. ഞാൻ രക്ഷിക്കപ്പെട്ടു. When I became believer, ഞാൻ ദൈവസന്നിധിയിൽ ഒരുക്കപ്പെട്ടു. I'm being prepared in the presence of God. ആരെങ്കിലും രക്ഷിക്കപ്പെടണമെന്നുള്ളതൊന്നും എനിക്ക് വിഷയമല്ല. I'm not bothered of those people who need to be saved. Praise the Lord. എന്നാൽ പൗലോസ് എന്താ പറയുന്നത്? What does Paul says? ഞാൻ യേശുവിന്റെ എരിവോടെ എരിയുന്നു. I am eagerly running behind for Christ. ഓ ജനത്തെ നേടുവാൻ വേണ്ടി ഞാൻ എരിയുന്നു. I am
eagerly running behind with Christ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുമ്പോൾ ഞാൻ പ്രസവ വേദന കൊള്ളുന്നു. I've been waiting as a pain that I have a birth, as a womb, as a mother's womb. ആ വേദനയെ കുറിച്ച് ഞങ്ങൾക്കറിയാൻ മേല. We do not know the birth pain. സഹോദരിമാരോട് ചോദിച്ചാൽ അറിയാം. But all the ladies will know it. പക്ഷെ ഉപദേശിമാരോട് ചോദിച്ചാലും പറയും. But even if you ask the pastors here, they will know. അതാണ് ഒരു ശരിയായ വേദന. That is the pain that you need to go through. ഇവന്റെ വീട്ടിൽ അർദ്ധരാത്രിയിൽ സ്നേഹിതൻ വന്നു. When the friend comes in the midnight, അവന്റെ വേദന ഇവന്റെ വേദനയായി മാറി. he took the pain that he had into his own life. ഒരു സഭയ്ക്കകത്ത് ഒരു വിടുതൽ നടക്കുന്നത് If there is a deliverance that happens in the church, ഒരു സഹോദരിയുടെ വേദന നിന്റെ വേദനയായി you മാറണം. need to know the sister's pain as your ഒരു pain. സഹോദരന്റെ വേദന നിന്റെ വേദനയായി മാറണം. The brother's pain should happen your pain. അങ്ങനെ സഭ മുഴുവൻ വേദനിക്കണം. And every church and member should be having the same അതിന്റെ pain. റിസൾട്ടാണ് അനുഗ്രഹം. And that the result is where the blessing comes. Praise God. Hallelujah. ഇസ്രായേൽ ജനത്തിൽ പീഡനം വന്നപ്പോൾ പലരും നിലവിളിച്ചു. When the plagues came into Israel, many of them started crying. പക്ഷെ ദൈവം ഇറങ്ങി വന്നില്ല. But Christ never came down. മുഴുവൻ ജനവും നിലവിളിച്ചപ്പോൾ, Everyone started to cry out. എല്ലാവരും നിലവിളിച്ചപ്പോൾ Everyone started to cry out. സ്വർഗ്ഗം ഇറങ്ങി വന്നു. Heavens came down. നിങ്ങൾ ഒരുമിച്ച് നിലവിളിച്ചാൽ When we cried together, ഏത് പരിഹരിക്കാത്ത പ്രശ്നത്തെ ദൈവം പരിഹരിക്കും. all the troubles that cannot be solved, my Lord will solve it. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് All the സ്തോത്രം. believe it, clap your hands and give to the Lord. ഹല്ലേലൂയ. അവൻ ചെന്നു, അകത്തുനിന്ന് പല മറുപടി വന്നു. And when he went, he started to hear many response. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി വന്നില്ലെങ്കിൽ ഉടനെ നമ്മുടെ മുഖം കറുക്കും. As soon as we don't respond for our prayer, our face will go black. എന്താ കാരണം അറിയോ? Do you know the reason? ഈ അകത്ത് കിടക്കുന്ന ആളെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. Because we do not know the person who's inside the house. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ദൈവത്തെ നമ്മൾ അറിയേണ്ടതുപോലെ അറിയണം. Pastor just reminded that we need to know Christ the way we need to know him. അത് അറിയാത്തവരാണ് മറുപടി കിട്ടാതെ വരുമ്പോൾ പിറുപിറുക്കുന്നത്. Those are the people who do not know the Christ is when they will start murmuring when they don't have an answer. എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. Do not expect that your answers are going to be every time favorable for you. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. Do not have an understanding that all your prayers are going to be answered. അങ്ങനെയാണെങ്കിൽ നീ ഈ വഴിയരിയിൽ കാണുന്ന ഈ വാട്ടർ സപ്ലൈ ചെയ്യുന്ന ടാപ്പ് പോലെയായിരിക്കും. And you will be like those people, those taps that has been supplied in the roadside. ഗവൺമെന്റ് നദി നടിച്ച് ടാങ്കിൽ നിറയ്ക്കും, അതിങ്ങനെ റോഡ് വഴി വരും, നീ അതിൽ നിന്ന് ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. The government will fill those taps through the river, and you will continue to take the water from the tap. നമ്മളെ എങ്ങനെ ആകരുത്. We should not be like those people. മറുപടി താമസിച്ചാലും Even if the response is delayed, പ്രാർത്ഥന നിർത്തരുത്. you should never stop your prayer. അവൻ വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരുന്നു. You have to continue knock the door. Praise the Lord. Amen. അപ്പൊ നമ്മൾ പറയാണ്, എന്നെ പ്രയാസപ്പെടുത്തരുത്. And he says, do not trouble me. കഥ അടച്ചിരിക്കുന്നു. The door is closed. പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു. All my kids are sleeping with me. പല പ്രശ്നങ്ങളാ. There are many difficulties. ഇത്രയെല്ലാം കേട്ടാൽ നമ്മൾ പിറ്റേ ദിവസം വണ്ടി കയറി തിരിച്ചു പോരും. Even if we hear these things, next day we will take our vehicle and go back. വേണ്ടി വന്നാൽ ഒരു മാസം ആരാധനയ്ക്ക് പോകത്തില്ല. Even if required, we will stay away from the church for 1 month. കൂട്ടായ്മയ്ക്ക് പോകത്തില്ല. We will not go for any of the fellowships. പാസ്റ്ററെ വിളിക്കത്തില്ല. We will never call pastor. നമ്മൾ നിരാശനായി നടക്കും. And we will go with depression. പക്ഷെ ഇവൻ അങ്ങനെയല്ല. But this person was not like that. ഇവൻ അങ്ങനെയല്ല. He was not like that. പൗലോസ് ഒരു കാര്യം പറയുന്നു. Paul says one thing. ഒന്ന് ഞാൻ അറിയുന്നു. One thing I know. ഒന്ന് ഞാൻ അറിയുന്നു. One thing I know. പിമ്പിലുള്ളതിനെ മറന്ന് There is all the things I'm going to forget from മുമ്പിലുള്ളതിനെ behind. ആഞ്ഞും കൊണ്ട് I look forward and seek forward. ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് And I look for the call that my Lord has upon me. ഞാൻ ഓടുന്നു. I'm running. ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നു. I'm running so that I can go and grab it. ഞാൻ ചുമ്മാ ഓടുകയല്ല. I'm not running because of ഞാൻ my വിശ്വാസത്തോടെ I'm ഓടുകയാണ്. running with my faith. ഞാനൊന്ന് കണ്ടുകൊണ്ട് I'm ഓടുകയാണ്. running because I can see എന്താണത്? something. What is this? എനിക്കൊരു കീടം I വെച്ചിരിക്കുന്നു. know there's a crown behind me. അതെനിക്ക് അവന് തരും. I know that he was going to give it അതായിരുന്നു to me. അവന്റെ വിശ്വാസം. And that was his faith. ഇവൻ മുട്ടിക്കൊണ്ടിരുന്നു. He continued to knock the door. എന്താ കാരണം? What is the reason? അകത്ത് കിടക്കുന്നവനെ എനിക്ക് നന്നായിട്ട് അറിയാം. I know the person who is inside the house. ദാവീദ് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടിക്കൊണ്ടിരുന്നത്? Why did David go back to the presence of God and start knocking the അവൻ door? ഇങ്ങനെ പറയുന്നു, He says like this. യഹോവ നല്ലവനെന്ന് I know that the Lord is good. രുചിച്ചറിവീൻ. Let me taste and see. അവനെ ശരണമാക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. Those who are trust in the Lord is the one who's blessed. ഞാൻ അതിനൊരു ഉദാഹരണം പറയാറുണ്ട്. I tell one example for this word. കനാൻ നാട് ഉറ്റുനോക്കാൻ പോയവരെ, When those people who went to see the land of Canaan, അവിടെയുള്ള ആളുകൾ ഇങ്ങനെ വലുതായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊന്ന് കാണിക്കാൻ വേണ്ടി അവിടുന്ന് ഒരു മുന്തിരിക്കോല അറുത്ത് ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടി ഇങ്ങനെ രണ്ടുപേര് ചുമന്നുകൊണ്ട് വരും. they wanted to show how big giants these people were. They went and carried a big branch of grapes and they've been carrying towards back to Israel. ഞാൻ അതിനെ ഇങ്ങനെ പറയാറുണ്ട്. I tell these things to them.
ഇങ്ങനെ രണ്ടുപേരും ചുമന്നുകൊണ്ട് വരിക. As these two people are carrying the whole branch of grapes, മുമ്പിൽ വരുന്നവന്റെ ചിന്ത, the first person who's in the front must be thinking like this: ഇത് എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെച്ചാൽ, let me go and drop this somewhere else. അവന് വളരെ വിഷമിച്ചിരിക്കുക. As he is very tired, പിറകിൽ വരുന്നവൻ, and the person who's behind him, ഈ വഴി തീരല്ലേ 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 എന്നാണ്. and he's praying that Lord, this way should not stop. എന്താ കാരണം അറിയാമോ? Do you know the reason? ഇവന്റെ മുമ്പിൽ ഈ മുന്തിരിക്കോല ഇങ്ങനെ തൂങ്ങി കിടക്കും. Because there is this grapes that is in front of him. ഒന്ന് അതിന്റെ മനോഹാരിത, one the beauty of the grapes. രണ്ട് ക്ഷീണിക്കുമ്പോൾ, second when he is tired, ഒരെണ്ണം പറിച്ച് he can pluck one, അവൻ കഴിക്കും. he can eat. വീണ്ടും പറിക്കും, he can pluck another one, അവൻ കഴിക്കും. he will eat. അവന് ക്ഷീണയില്ല, because he is not tired. മുമ്പേ പോകുന്നത് ന്യായപ്രമാണം, the one who goes in the front is the commandments, പിറകെ പോകുന്നത് കൃപായുഗം, and the second one who is going behind is the grace of God. അവര് രുചിച്ചറിഞ്ഞത് പാടിയിട്ടേ ഉള്ളൂ, and they have only seen and sung those things that they have tasted. ശരിയായി ദൈവത്തെ രുചിക്കുന്നതാണ്. the one who is really tasting is the one who is in the grace spirit. Praise God. അടുത്തത് അവൻ പറയുന്നത്, എനിക്ക് 3 അപ്പം വായ്പ തരണം. and then he says, give me 3 bread. 3 അപ്പം. give me 3 bread. അതിന്റെ 6ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരണം. and in English probably the 7th one he says, give me 3 bread. ദൈവത്തോട് നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ, when we ask to the Lord, നിന്റെ ആവശ്യം എന്താണെന്ന് നീ പറയണം. you have to tell what your need is. ബർത്തലോമായി എന്ന് പറയുന്ന ഒരു കുരുടൻ, the blind man Bartholomew, ഒരു സുവിശേഷത്തിൽ 2 കുരുടൻ എന്ന് പറയുന്നുണ്ട്. in one of the gospel it says there are 2 blind people. ഒരു സുവിശേഷത്തിൽ ഒരു കുരുടൻ എന്ന് പറയുന്നുണ്ട്. in one gospel it says just a blind man. വേറൊരു സുവിശേഷത്തിൽ അവനെയും അവന്റെ അപ്പന്റെ പേര് പറയുന്നുണ്ട്. in another gospel it says about him and his father's name. അപ്പോൾ അവൻ അവിടെ ഇരുന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. and this blind man is crying, the son of David, hearken unto my cry. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. hearken unto my cry. അവനെ പലരും തടസ്സം ചെയ്തു, and many of them hindered him. പക്ഷെ അവന്റെ വിളിക്ക് മുമ്പാകെ യേശു നിന്നു. and when his cry became loud, Jesus stopped in front of him. യോശുവ പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തി, and Joshua stopped the sun. എന്നാൽ കുരുടനായ മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ പിടിച്ചു നിർത്തി. and the blind man stopped the creator of this world. Praise God. Hallelujah. നീ വിളിച്ചാൽ ഉടയവൻ നിൽക്കും. if you cry out, my Lord will stop. നീ വിളിച്ചാൽ യേശു നിൽക്കും. if you cry out, the God will stop. പക്ഷെ ലജ്ജ കൂടാതെ വിളിക്കണം. but you have to continuously call him. ഇന്ന് നമുക്കെല്ലാം ലജ്ജ ബാധിച്ചിരിക്കുക. many a times we do not want to call. ഉറക്കെ സ്വോത്രം പറയത്തില്ല. when we will not scream out and say hallelujah. ബ്രദറാരോട് വായിൽ സിപ്പിട്ടിരിക്കും. we are like brethren people that we will close our mouth with a zip. ആരാധനാലയത്തിൽ വന്നാൽ വായിക്ക് സിപ്പിടും, ബൈബിൾ തുറക്കും. when you come to the church, you will close your mouth and start reading the Bible. വെളിയിൽ ഇറങ്ങിയാൽ ബൈബിളിന് സിപ്പിടും, വായുടെ സിപ്പ് തുറക്കും. when you get out of the church, you close the Bible and put the zip and start open your mouth. പക്ഷെ നീ അടങ്ങിയിരിക്കുന്നത് ഉറക്ക വിളിക്കുക. but when you are keeping quiet, you have to scream out. ദൈവത്തെ സ്തുതിക്കുന്നതിൽ ദാരിദ്ര്യം കാണിക്കരുത്. when you are going to worship and scream out to the Lord, you ഉറക്ക വിളിക്കുക. have to scream out and cry. അടങ്ങിയിരിക്കരുത്. do not be silent. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയരട്ടെ. let the thunder your voice be arised. 2 ഗുണമുണ്ട്. there are 2 benefits. ഒന്ന് ദൈവത്തെ ആരാധിച്ചു എന്നുള്ള സംതൃപ്തി. there is one that we are satisfied that we worship the Lord. 2 നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം ഒരു എക്സസൈസ് ആണ്. second is that all your organs in your body has got an exercise. കാരണം കൂടുതൽ ഓക്സിജൻ അങ്ങ് അകത്തേക്ക് കയറും. because more oxygen is getting into your body. അതുകൊണ്ട് വായെ തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. that's why it says open your mouth and worship the Lord. Praise the Lord. Amen. 3 അപ്പം, 3 bread. അവൻ പറഞ്ഞത് എന്താ? ഉറക്കെ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. and he says, son of David, hearken unto me. യേശു അവനെ വിളിച്ചു. Jesus looked up to him and said, he called his name. യേശു അവന്റെ അടുക്കൽ വന്നു. and Jesus came to him. യേശു ചോദിച്ചു, Jesus asked the blind man, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? what should I do for you? എന്റെ കർത്താവേ, and he says, Lord, നിനക്കറിയാൻ പാടില്ലാത്ത വല്ലതും ഉണ്ടോ? is there anything that you do not know? ആഴിയുടെ ആഴങ്ങളിൽ കിടന്ന ചെറുമത്സ്യത്തിന്റെ ഉള്ളിലിരുന്ന ദ്രഹ്മപ്പണം കണ്ടവൻ, the God who knew there was a golden coin inside the fish that was in the sea. അത്തിയുടെ മുകളിൽ കയറിയിരുന്ന സക്കായെ പേർ ചൊല്ലി വിളിച്ചവൻ, the Christ who knew that Zacchaeus is on the fig tree. ഓ സമുദ്രത്തിന് മണൽ കൊണ്ട് അതിരിട്ടവൻ, the one who kept the sand dunes and said, okay, this is the difference and the boundary for the sea. ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ, the one who can take the sands of the land on his hand. നക്ഷത്രങ്ങളെ പേർ ചൊല്ലി the വിളിക്കുന്നവൻ, one who can name all stars. അവൻ അറിയാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? is there anything that he doesn't know?
പക്ഷെ അവൻ ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു And തരാം? then Christ is asking the blind man, what should I do for you? ദൈവത്തിനെല്ലാം അറിയാമെങ്കിലും Though God knows everything, നിന്റെ അതരം കൊണ്ട് തന്നെ നിന്റെ ആവശ്യം പറയണം. with your mouth you have to tell what your needs are. അതാണ് ദൈവം കേൾക്കാൻ That is what ആഗ്രഹിക്കുന്നത്. my Lord wants to keenly hear. നിനക്ക് എന്താണ് ആവശ്യം? What is that you need? നിനക്ക് രോഗസൗഖ്യമാണോ? Do you need a healing? നിനക്ക് ജോലിയാണോ? Do you need a job? നിനക്ക് ബുദ്ധിയാണോ? Do you need wisdom? നിനക്ക് ഭവനമാണോ? Do you need a house? നിന്റെ കുടുംബത്തിന്റെ കാര്യമാണോ? Is it about your family നിന്റെ situation? കാര്യം എന്താണെന്ന് അവനോടൊന്ന് തുറന്നു പറ. Whatever situation you are, you have to tell it to the Lord. മനുഷ്യരോട് പറയാൻ നമുക്ക് യാതൊരു We ലജ്ജയുമില്ല. do not have any differences to go and tell to the people. പക്ഷെ ദൈവത്തോട് പറയാൻ നമുക്ക് ലജ്ജയാണ്. But whenever we come to the Lord, we are hindered to speak. ഇന്ന് പകൽക്കാലം ദൈവവേദനേ, My dear children, this morning, നിന്റെ ആവശ്യം നീ എന്തെന്ന് തുറന്നു പറ. you have to tell to the Lord your needs. അവൻ അത് നടത്തി തരുവാൻ മതിയായ My ദൈവമാണ്. Lord is sufficient that He can answer your prayer. അവൻ പറയാണ്, എനിക്ക് 3 അപ്പം വായ്പ തരണം. He says, give me 3 loaves by the ചോദിച്ചത് 3 അപ്പം. Though he has 3 of bread, സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുക. because of lack of time, I'm going further. ചോദിച്ചത് 3 He അപ്പം. asked for 3 bread, പക്ഷെ കിട്ടിയതോ but what did he receive? വേണ്ടിടത്തോ. More than what he wanted. ചോദിച്ചത് 3, He asked for 3 bread, കിട്ടിയതോ what did he receive? ധാരാളം. Many. നിന്റെ ആവശ്യം നീ ചോദിക്കും, When you ask your needs, പക്ഷെ ദൈവം നിന്നെ ധാരാളമായി but അനുഗ്രഹിക്കും. God will bless you with fullness. Praise the Lord. വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്താണ്. Those who believe say hallelujah. 3 അപ്പം ചോദിച്ചിട്ട് കൊട്ടിയത് ധാരാളം. We asked for 3, but God gave him many. നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയാൽ, But if you will go and seek the Lord, നീ if ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയാൽ, you go and worship the Lord, നീ ദൈവത്തോട് കൊടുക്കാൻ if you തുടങ്ങിയാൽ, start giving to the Lord, നീ ദൈവത്തോട് ചെലവിടുവാൻ if തുടങ്ങിയാൽ, you start spending for the Lord, നീ if ദൈവത്തെ ആരാധിക്കാൻ you തുടങ്ങിയാൽ, start to worship the Lord, നീ ദൈവത്തിന് സരി വിശ്വസ്തയോടെ നിന്നാൽ, if you can be faithful in the presence of ദൈവം the നിന്നെ Lord, അമർത്തി കുലുക്കി അനുഗ്രഹിച്ച് മാന്യമായി നിർത്തുന്ന ദൈവം. God will bless you with all that is needed, and He will give you the fame that is needed. Praise the Lord. കാട്ടിൽ നിന്ന് ദാവീദിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നവൻ, God brought David from forest to the kingdom. കുണ്ടറയിൽ നിന്നും സിംഹാസനത്തിൽ ജോസഫിനെ ഇരുത്തിയ ദൈവം. Joseph, God who brought Joseph from the well, which was dried well, to the prince, to the palace. ആ ദൈവമാണ് നമ്മുടെ ദൈവം. That is the God whom we serve. അവൻ വേണ്ടുവോളം കൊടുത്തു. He gave everything, whatever he wanted. എന്തുകൊണ്ടാണെന്നറിയാമോ? How much? What is the reason? 8-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, In verse 8 it says, അവൻ ലജ്ജ കൂടാതെ മുട്ടി. because he went on to knock without any hindrance. പ്രാർത്ഥന എന്ന് പറയുന്നത് The meaning of prayer, നീ ദൈവത്തിന്റെ സന്നിധിയിൽ ലജ്ജ കൂടാതെ മുട്ടേണ്ട you ഒന്നാണ്. need to go and continuously go and go knock the door. എന്നിട്ട് താഴെ കർത്താവ് പറയുകയാണ്, And then God says like this, സ്നേഹിതനാകെ കൊണ്ട് കൊടുത്തതല്ല, not because he was a friend he gave to him, ലജ്ജ കൂടാതെ മുട്ടിയിട്ട് കൊടുത്തതാണ്. because he went on knocking the door without ലജ്ജ ceasing. കൂടാതെ മുട്ടിയിട്ട് കൊടുത്തതാ. He went on knocking without ceasing. ഒരിക്കലും ഒരു പെൺകുട്ടി PG വർഗീസിന്റെ അടുക്കൽ ചെന്നു. This story which says a girl went to PG Verghese, pastor. എനിക്ക് ഒരു കല്യാണം വേണം, ഒരു ചെറുക്കിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. She said, pastor, please pray for me that I need to get married. അപ്പോ പാസ്റ്റർ ചോദിച്ചു, നിനക്ക് എങ്ങനെയുള്ള ചെറുക്കം വേണം, ഏത് കളർ വേണം, ഏത് പൊക്കം വേണം, ഏത് ഡിഗ്രി വേണം, ഏത് വണ്ണം വേണം എന്ന് ചോദിച്ചു. So pastor asked this girl, so what kind of boy do you need? What degree, what height and weight do you need? അവൾ അതിശയപ്പെട്ടു. And then she was confused. ഓ, അതൊന്നും ചിന്തിച്ചിട്ടില്ലെന്നോ? Oh, pastor, I never thought about this. എന്നാ ഞാൻ പ്രാർത്ഥിക്കില്ലെന്ന്. And then pastor, I'm not going to pray for you. നീ ആദ്യം പോയി നിന്റെ ആഗ്രഹം എന്താണെന്ന് എഴുതിക്കൊണ്ട് വരാം. First go and write what your desire is. അത് നിന്റെ യോഗ്യത വെച്ച് നീ എഴുതരുത്. Do not write because of your ability. ദൈവം നിനക്ക് ചെയ്യാൻ പോകുന്ന വെച്ച് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. God, what is God going to do? Remember all those things and write it down. അപ്പൊ അവള് ഒരല്പം കറുത്ത കളറാണ്. So she's a little dark skinned. അവൾ എഴുതി, She wrote, വെളുത്ത പയ്യനായിരിക്കണം, I need someone who's fair. 6 അടി പൊക്കം വേണം, He need to be 6 foot. നല്ല ഡിഗ്രി വേണം. He need to have a degree അവൾ qualification. എന്തെല്ലാം എഴുതിയോ Whatever she എനിക്ക് wrote, പറയാം അതെല്ലാം അവൾക്ക് കിട്ടി. whatever she asked for, God gave it to her. Praise the Lord. Amen. Praise the Lord. Amen. Praise God. Amen. ഒരിക്കൽ അക്ബറിന്റെ അടുക്കൽ ഒരു യാചകൻ ചെന്നു. We know there's this person who goes to Akbar. അക്ബർ ചോദിച്ചു, നീ എന്തിനാ വന്നെന്ന് ചോദിച്ചു. So Akbar asked this person, why did you come? ഞാൻ വല്ലതും കിട്ടുമെന്ന് ഓർത്ത് വന്നതാണ്. So this beggar asked that I could have something from you. എന്നാ വരാൻ പറഞ്ഞു. And then he said, you come in. അവന്റെ ഖജനാവിന്റെ അടുക്കൽ കൊണ്ടു എന്നിട്ട് പറഞ്ഞു, പാത്രം പിടിക്കാൻ പറഞ്ഞു. And Akbar asked him to go to his treasurer and show you his plate, show you vessel. ചെറിയൊരു പാത്രം പിടിച്ചു. So he bought a small vessel. വേറെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. Do you have anything else? ഒരു ചാക്കുണ്ടെന്ന്.
He said, I have a big sack. ഓ അത് പിടിക്കാൻ പറഞ്ഞു. And then he said, okay, you should അങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. And then suddenly this is like the അയ്യോ same. വേണ്ടെന്ന് പറഞ്ഞു. He said, I don't need. അപ്പോ അക്ബറിന് ദേഷ്യം വന്നു. And Akbar was annoyed. നീ വന്നിരിക്കുന്ന അക്ബറിന്റെ മുമ്പിലാണ്. And you said, you have come to Akbar. ഞാൻ കൊടുക്കുമ്പോൾ എന്റെ യോഗ്യതയ്ക്കൊത്തവണ്ണമാണ് കൊടുക്കുന്നത്. Whenever I give according to my ability. അല്ലെങ്കിൽ നീ ഇവിടെ വരരുത് പറഞ്ഞു. You should not have come here. ദൈവം നിനക്ക് തരുമ്പോൾ ദൈവത്തിന്റെ യോഗ്യതയ്ക്കൊത്തവണ്ണമാണ് നിനക്ക് തരുന്നത്. When God wants to bless you and give you, He will give according to His riches. നമ്മളെല്ലാം നമ്മുടെ യോഗ്യത വെച്ചാ But ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. every time we go with our ability, നീ അതങ്ങ് കള. you have to throw it away. എന്നിട്ട് ദൈവത്തിന്റെ യോഗ്യതയ്ക്കൊത്തവണ്ണം Go back to the ability of the Lord. അവന്റെ മഹത്വത്തിനൊത്തവണ്ണം All because of His righteousness. അവന്റെ ശക്തിക്കൊത്തവണ്ണം Because of His strength. നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം വിശ്വസ്തനാണ്. My Lord is faithful that He will bless you. Praise the Lord. Hallelujah. Amen. ലജ്ജ കൂടാതെ മുട്ടണം. You have to go without ceasing and knock the door. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ദൈവം നിയമത്തെ വരെ മാറ്റും. Whatever when you pray, my God can even change the rules of this land. ദൈവം രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് പോലെ ഇരിക്കും. The hearts of the kings and the rulers is something like a streams of water in the hand of the Lord. ഞാൻ ചിന്തിച്ചു അതൊരു നദി പോലെ ഇരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിശ്വസിച്ചു പോയി. I would have unbelieved my Lord if He would have told it was like a river. ഒരു സാധാരണ ജനത്തിന് മനസ്സിലാക്കത്തക്കവണ്ണം നീർത്തോട് പോലെ. He says like the simple man, like lake man, he said like the streams of the hand of the lake. എന്ന് പറഞ്ഞാൽ ഒരു തൂമ്പ ഉണ്ടെങ്കിൽ അത് മാറ്റിവിടാം. That means if you have a tool, you can shake the water wherever required. നിനക്ക് വേണ്ടി രാജാവിന്റെ ഹൃദയത്തെ തമ്പുരാൻ ഒന്ന് തോണ്ടി മാറ്റിയാൽ മതി. Amen. My God can change the hearts of the people. രാജ്യത്തിന്റെ നിയമത്തെ നിനക്ക് വേണ്ടി അവൻ മാറ്റി He എഴുതും. can change the plans of His land. Praise God. നിനക്ക് വേണ്ടി അധികാരികളുടെ ഹൃദയത്തെ ദൈവം ചലിപ്പിക്കും. He can change the hearts of His people who are ministering you. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താണ്. Those who believe, pray hallelujah. Praise God. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. Let me conclude my words. എന്നിട്ട് കർത്താവ് ഒടുവിൽ പറയുന്നത്, And then He says in the conclusion, മുട്ടുവിൻ, knock, തുറക്കും. it will be open. ചോദിപ്പിൻ, Ask, കിട്ടും. you will get it. അന്വേഷിപ്പിൻ, Seek, കണ്ടെത്തും. and you will find. മുട്ടാത്തവൻ Those who do not knock, തുറക്കുകയില്ല. it will never open. ചോദിക്കാത്തവൻ Those who never ask, കിട്ടുകയില്ല. you will never receive. അന്വേഷിക്കാത്തവൻ Those who never seek, അവൻ കിട്ടാതിരിക്കണമെങ്കിൽ even if you don't want to receive, നീ കൊടുക്കാതിരുന്നാൽ മതി. don't give it to him. തുറക്കാതിരിക്കണമെങ്കിൽ You don't want to open, നീ മുട്ടാതിരുന്നാൽ മതി. don't knock. ലഭിക്കാതിരിക്കണമെങ്കിൽ You don't want to receive, നീ ചോദിക്കാതിരുന്നാൽ don't മതി. ask. ആക്ഷൻ ആദ്യം നിന്റെ ഭാഗത്തുനിന്ന്. Action should come from us. Praise God. Amen. നമ്മളെല്ലാം കൈയും കെട്ടിയിരിക്കുക. Every time we close our hands and sit, ഇന്ന് വരണേ വരണേ എന്ന് പറഞ്ഞു. we fold our hands and say like everything we receive. ഇത് അങ്ങനെ വരത്തില്ല. It will never receive. ആദ്യത്തെ സ്റ്റെപ്പ് നിന്റേതാ. The first step that is yours. ആദ്യത്തെ സ്റ്റെപ്പ് നിന്റേതാ. First step is yours. നീ ഒന്ന് മുഴങ്കാൽ മടക്കാൻ You have ശ്രമിച്ച്, to kneel down. നീ ഒന്ന് കരയാൻ ശ്രമിച്ച്, Start crying. നീ ഒന്ന് നിലവിളിക്കാൻ ശ്രമിച്ച്, Start to sing നീ aloud. അപ്പാന്നൊന്ന് വിളിക്കാൻ ശ്രമിച്ച്, Call out and say, Father. ഉടനെ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കും. And immediately there is an immediate response. Praise from God. Hallelujah. ഒടുവിൽ ഇങ്ങനെ പറയുന്നു, And in the end he says like this. ഇങ്ങനെ ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. Those people who ask how much will heaven give the Holy Spirit to them. ഞാൻ മേലിൽ പറഞ്ഞതെല്ലാം നിങ്ങൾ മായ്ച്ചു കളഞ്ഞോ? All whatever I have read, this I have spoken to this before, just take it away from your mind. ഒടുവിൽ കർത്താവ് പറയുകയാണ്, And the last it says like this. പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. How much more will the Holy Spirit be given to you? എന്താ കാരണം? Why is what is the reason? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിനക്ക് ലോകത്തെ കീഴടക്കാൻ കഴിയും. Amen. Because by the Spirit and the strength of the Holy Spirit, you will be able to overtake this world. ആ ശക്തിക്ക് മുമ്പിൽ നിൽക്കുന്ന വേറൊരു പവറുമില്ല. There is no other power that can stand against Holy Spirit. ആ ശക്തിക്ക് മുമ്പിൽ ഏത് അന്ധകാര ശക്തികളും മാറിപ്പോകും. All the plans and schemes of Satan will go away against Holy Spirit. ഞാനൊരു വിഷയത്തിൽ ഭാരപ്പെട്ടിരുന്നപ്പോൾ When I was very broken hearted in one of the situations, എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, my Lord told me, ചെങ്കടൽ ഹൈവേ വെട്ടാൻ എനിക്കറിയാമെങ്കിൽ നിനക്ക് വേണ്ടി ഒരു ചെറുവഴി തുറക്കാനാണോ എനിക്കറിയാൻ പാടില്ലാത്തത്? Lord told me that if I can create a road in between the Red Sea, why can't I make a way for you? ചെങ്കടലിൽ 6 മൈൽ വീതിയിൽ 6 കിലോമീറ്റർ വീതിയിലാണ് ചെങ്കടൽ പിളർന്നത്. അല്ലാതെ നമ്മുടെ ഹൈവേ പോലെ 100 മീറ്റർ വീതിയിലല്ല. The Red Sea was not divided with 100 meters to 200 meters. It was divided in 6 miles with 6 miles length. ദൈവം തുറന്നാൽ ആ വഴി വളരെ If വിശാലമായിരിക്കും. my God opens the road will be much broader. ദൈവം നുള്ളി തന്നാൽ എവറസ്റ്റിനോട് ഉണ്ടാകും. And if God gives us little, that will be up to the heights of the Everest. എവറസ്റ്റ് പർവ്വതത്തെ എടുത്ത് അറ്റ്ലാന്റിക്കിൽ ഇടണമെന്ന് എന്റെ ദൈവത്തിന് തോന്നിയാൽ ഒരു ഇര മാത്രം മതി. And if my God wants to remove the Mount Everest and put into Atlantic River, Atlantic Sea, it is just a little mere thing for him. അതാണ് നമ്മുടെ ദൈവത്തിന്റെ പവർ. And that is the power and the strength of the Lord.
നമുക്ക് പ്രാർത്ഥിക്കാം. Let us surrender ourselves and pray. ദൈവത്തിന്റെ കരങ്ങളെ ചലിപ്പിക്കാം. Let us pray that God's hand will shake us. പ്രാർത്ഥിച്ച് നമുക്ക് രാജ്യങ്ങളെ കീഴടക്കാം. Let us pray and go and overtake the lands. പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിക്കാം. Let us pray and receive the blessing from the Lord. പ്രാർത്ഥിച്ച് നമുക്ക് സാത്താന്യ ശക്തികളെ ജയിക്കാം. Let us pray and be victorious against the schemes of Satan. പ്രാർത്ഥിച്ച് നമുക്ക് കൃപാവരങ്ങളെ ഏറ്റെടുക്കാം. Let us pray and receive the gifts of the Lord. ഈ സഭയിൽ പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. Let there be prophecies and prophets rising from this church. ഈ സഭയിൽ രോഗശാന്തി ശുശ്രൂഷയുള്ളവർ എഴുന്നേൽക്കട്ടെ. Let there be anointed people who will go and have the blessings of healing. ഈ സഭയിൽ ദർശനമുള്ളവർ എഴുന്നേൽക്കട്ടെ. Let there be people rise up who have the visions. ഈ സഭയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അപ്പോസ്തലന്മാരെ ദൈവം അയക്കട്ടെ. Let there be apostles rising up from this church who will go to India. നമ്മുടെ തലമുറകളെ മിഷണറിമാരായി എഴുന്നേൽപ്പിക്കട്ടെ. Let the next generation be the missionaries from this church. ദൈവത്തിന്റെ അനുഗ്രഹം മുഴുവൻ ഈ സഭയിലേക്ക് ഒഴുകി വരട്ടെ. Let the blessings of the Lord come upon us. Hallelujah. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ വാത്സല്യ സഭയെ, ഈ സഭയ കുടുംബത്തെ, കർത്തൃദാസനെ കുടുംബത്തെ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. അമർത്തിക്കുലുക്കി കവിയുന്ന ഒരു അനുഗ്രഹം പ്രിയ സഭയ്ക്ക് നീ കൊടുക്കണമേ. അതിരുകളെ നീ വിശാലമാക്കണമേ. ധാരാളം ആത്മാക്കളെ നീ കൊടുക്കണമേ. സ്വതന്ത്രമായി ആരാധിപ്പാൻ ഒരു വലിയ ആരാധനാലയം നീ കൊടുക്കണമേ. എല്ലാ സൗകര്യങ്ങളും നീ കൊടുക്കണമേ. ഈ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. ഒരു കുടുംബജീവിതം അനുഗ്രഹിക്കണമേ. ജോലിയിൽ അവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ ദാസനായ അടിയൻ ഈ സഭയെ പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ എന്നെ ക്ഷണിച്ച് ശുശ്രൂഷയ്ക്ക് അവസരം തന്ന് എന്നെ മാനിച്ച് ആദരിച്ച് സ്നേഹിച്ച് സഭ